എന്താണ് പുളിച്ചിക്ക നമുക്ക് നോർത്തോൽ മീനാണ് കിട്ടിയത്. അപ്പോൾ പുളിച്ചിക്കായിട്ട് കറി വയ്ക്കും. പുളിച്ചിക്ക നത്തോലി മീനാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീറ്റോ? കാപ്പിയൊക്കെ കൊടുത്താ? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? കമന്റ് ചെയ്യും. നമുക്ക് ഉച്ചയ്ക്ക് നത്തോലി മീൻ ഇടാൻ പുളിച്ചിക്ക പറിച്ചോണ്ട് വന്നത്. ഓക്കെ, ബാക്കി നമുക്ക് പറഞ്ഞേക്കണം. എല്ലാവരുടെ അവിടെയും ഉച്ചയുള്ള തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? എല്ലാവരും ഉണ്ടാക്കണമായിരിക്കും ഓരോ സംഭവങ്ങൾ. നമ്മളവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ളത് ഉള്ളിപ്പൂ തോരനാണ്. നമ്മുടെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ് ഉള്ളിപ്പൂ തോരൻ. നല്ല ടേസ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ അരപ്പൊക്കെ ചേർത്ത് ഉള്ളിപ്പൂ തോരൻ വഴറ്റി എടുക്കണം. മമ്മജി ഇത് എന്തിനൊക്കെയുള്ള മരുന്നല്ലേ അമ്മ? ഉള്ളിപ്പൂ അങ്ങനെയും പറയാമല്ലോ. ഇപ്പൊ മഞ്ഞ് സമയമാണല്ലോ, മഞ്ഞൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ വായിൽ പുണ്ണ് വരുന്നതിന് ഈ ഉള്ളിപ്പൂവ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉള്ളിപ്പൂവ് ഇപ്പൊ ഈ മഞ്ഞ സമയമൊക്കെ ഇല്ലേ, നമ്മളെ ഈ ചുണ്ട് ഒക്കെ ഇങ്ങനെ കീറി കീറി വരുന്ന സമയമാണ് ഇപ്പോഴും. അപ്പം ഈ ചിലക്ക് നാക്കിന്റെ തുമ്പിൽ പുണ്ണൊക്കെ വരും. അപ്പൊ അതിന് ഈ ഉള്ളിപ്പൂവ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഉള്ളി തോരൻ വയ്ക്കാൻ ഇന്ന് തീരുമാനിച്ചത്. അച്ഛൻ ഇന്നലെ റോഡിൽ പോയിട്ട് വന്നപ്പോഴേ കുറച്ച് നെത്തോലി മീൻ വാങ്ങിയിട്ടാണ്. അമ്മ അതേപടി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ചു. പക്ഷെ രാവിലെ ആയപ്പോൾ നല്ല വലത്തിരിക്കുക, നല്ല ഐസ് കട്ട, നല്ല കടുകടുക അട്ടക്കി ഇരിക്കുകയാണ്. പിന്നെ രാവിലെ സൂര്യപ്രകാശത്തിൽ കൊണ്ട് വെച്ചിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് അരിഞ്ഞു കിട്ടിയത്. പക്ഷെ ഇപ്പോൾ ഒന്ന് ഒരുമാതിരി എന്തോന്നും മറ്റുള്ള മീൻ കട്ടായിട്ട് ചെയ്ത് നല്ല നെത്തോലി മീനെന്ന് കണ്ടാൽ പറയൂല, ആകെ ഒരുമാതിരി ആയിപ്പോയി. കാരണം നല്ല കട്ട ഐസിലാണ് ഇരുന്നത്. ഐസൊന്ന് മാറിയപ്പം നെത്തോലി മീൻ വല്ലാതെ അങ്ങായിപ്പോയി. അപ്പം നെത്തോലി ഇന്ന് സ്പെഷ്യലാണെന്ന് പറഞ്ഞേ. അത്ര വലിയ മീനൊന്നുമല്ല, പക്ഷെ നെത്തോലി ചെറിയ മീനായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ. ഇപ്പം നെത്തോലിക്കുള്ള പ്രിപ്പറേഷനിലാണ്. നെത്തോലി മീൻ ഇതാണ്. ഇത് നെത്തോലി മീൻ ഇത്രയേ ഉള്ളൂ. അത് ആകെ ഒരുമാതിരി ആയിപ്പോയി. നല്ല കട്ട ഐസിലായതുകൊണ്ടാണ്. പിന്നെ പുളിച്ചിക്ക, മുളക്, തേങ്ങ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അരച്ച് നെത്തോലിക്കുള്ള ആരംഭമാണ് അടുത്ത്. നെത്തോലി മീനായിട്ട് അടുത്ത് നിങ്ങളെ കാണിക്കാം. പുളിച്ചിക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പുളിച്ചിക്ക നെത്തോലിക്ക് ഇടാനുള്ള പുളിച്ചിക്കയാണ്. അത് ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഈ പച്ചമുളക് കീറിയ അതിലോട്ടിടണം. എനിക്കൊക്കെ ഇത് കീറി ഇടണമെങ്കിൽ കയ്യുറ തന്നെ വേണം. അമ്മയ്ക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി, ഇതിൻ്റെ അരപ്പ് അരച്ചെടുക്കണ്ടേ, എന്നാലേ നമുക്ക് മീൻ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മുളക് പൊടി എല്ലാം ഇട്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം. ഇനി പുളിച്ചിക്ക നമ്മളിട്ടു, അതിന് ശേഷം അരപ്പിട്ടു. ഓക്കെ, അങ്ങനെ അരപ്പൊക്കെ ഇട്ട് അതങ്ങനെ സെറ്റായി. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ തിളച്ചൊന്ന് ഇച്ചിരി വറ്റി വന്നാൽ നമ്മുടെ നെത്തോലി റെഡി. അപ്പം നമ്മുടെ നെത്തോലി മീൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റ് കുട്ടനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ നെത്തോലി. നമ്മളെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വെച്ചത്. നെത്തോലി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഊണിൻ്റെ കൂടെ തട്ടാം. കണ്ടോ, ഇതൊക്കെയാണ് ഐറ്റംസ്. ചോറ്, കറി, അതായത് രസം, പിന്നെ മീൻകറി, അച്ചാറ്, ഉള്ളിപ്പൂ തോരൻ. ഇത്രയും വെച്ചാണ് തട്ടാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.
യു.